നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില പ്രധാന കാര്യങ്ങൾ തന്നെയാണ് പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പുതിയൊരു അധ്യായം ആരംഭിക്കാനുള്ള സാഹചര്യം ഇവിടെ തുടങ്ങുകയാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ പ്രകടമാകാവുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമം, സാക്ഷാൽ പരമശിവന്റെ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തി വന്ധിക്കൂ. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റു കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പുതിയ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് പറയാം. ഈ സമയം ചില പ്രധാനപ്പെട്ടതായ തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയോ ചില ലക്ഷ്യങ്ങൾ നിറവേറ്റപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിൽ ഉള്ളത് എന്നതാണ് വാസ്തവം. പല വിഷമതകളും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിലൊരു പരിഹാരം കണ്ടെത്തുവാൻ പലപ്പോഴും സാധിക്കാത്തതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പലപ്പോഴും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും പല ആശങ്കകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് എന്ന് തന്നെ നിങ്ങളെ കുറിച്ച് പരാമർശിക്കാം. പല കാര്യങ്ങളിലും ഒരു ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് മുന്നേറുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും വിഷമതകൾ നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായി ലഭിച്ചിട്ടുള്ളതായ സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് വാസ്തവം. കഷ്ടപ്പെട്ട് നേടിയെടുത്തിട്ടുള്ളതായ പല കാര്യങ്ങളും നേട്ടങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കാണുവാൻ സാധിക്കുക എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളെയും അല്ലെങ്കിൽ അവസരങ്ങളെ പോലും നിങ്ങൾ വിലമതിച്ച് കാണുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി പഠിച്ച് ധാരണയോടെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ പ്രയോജനപ്പെടുത്തും വിധം മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് പല അവസരങ്ങളിലും സാധിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമായ ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലരും നിങ്ങളെ പല വിധത്തിലും നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളെ മുറുകെ പിടിക്കുന്നതായ സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും പണം ചെലവഴിക്കുവാൻ ഈ സമയം വേണമോ എന്നൊരു ചിന്ത പോലും പല കാര്യങ്ങളിലുമുണ്ട്. അതിനാൽ തീർച്ചയായും പല കാര്യങ്ങളിലും അത്തരത്തിൽ ശ്രദ്ധ പുലർത്തി തന്നെയാണ്, ചെലവുകൾ നിയന്ത്രിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുക. നിങ്ങളുടെ പങ്കാളിയെയോ സുഹൃത്തുമായി ബന്ധപ്പെട്ട് പോലും പല കാര്യങ്ങളിലും നിങ്ങൾ വിഷമിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അമിതമായി തീർച്ചയായും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ നിയന്ത്രിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പണം ആവശ്യമായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. അത്തരം ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിടുന്നു എന്നത് വാസ്തവമാകുന്നു. പല കാര്യങ്ങളിലും അമിതമായ നിയന്ത്രണം നിങ്ങൾക്ക് മേൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം നിയന്ത്രണങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നത് വാസ്തവം തന്നെയാണ്. അമിതമായി തന്നെ സ്വാർത്ഥത, പിശുക്ക്, ഇത് ചില വ്യക്തികൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് പ്രകടമാക്കുന്ന സാഹചര്യമുണ്ട്.
നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും വിട്ടുകൊടുക്കുവാൻ ശ്രമിക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളുമെല്ലാം തീർച്ചയായും സത്യസന്ധതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസരം തന്നെയാണ് ജീവിതത്തിൽ ഉള്ളത് എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങൾ സത്യസന്ധരായി ഇരിക്കുക എന്നത് വാസ്തവം തന്നെയാണ്. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ അനുകൂലമായിട്ടുള്ളത് അത് തീർച്ചയായും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ്. ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. അത് തീർച്ചയായും നിങ്ങൾക്ക് പ്രകടമാകുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും തുറന്നു പറയുവാൻ ഭയപ്പെടുന്ന സാഹചര്യമുണ്ട് എങ്കിൽ ധൈര്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട് എങ്കിൽ തീർച്ചയായും പല വിധത്തിലും മാറ്റങ്ങൾ ജീവിതത്തിൽ സിദ്ധിക്കാവുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളിലേക്ക് ആത്മവിശ്വാസം തന്നെയാണ് കടന്നു വരുന്നത്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളും ധൈര്യത്തോടെ തുറന്ന് പറയുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചില കാര്യങ്ങൾ തുറന്ന് പറയുകയും ചില കാര്യങ്ങൾ നേടിയെടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. പല കാര്യങ്ങളിലും വ്യക്തമായ സൂചനകൾ, നിങ്ങൾക്ക് അനുകൂലമായ ചില സൂചനകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും കൃത്യതയോടെ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാവുന്നതുമാണ്. ജീവിതത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് തിരിച്ചറിവുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് തെറ്റും ശരിയും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങളുടെ മനസ്സിൽ ഈശ്വരനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുമായി ബന്ധപ്പെട്ട് ചില വിളികൾ ഉണ്ടാകുവാനുള്ള അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ കൃത്യമായി തന്നെ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പരിശ്രമങ്ങൾ ജീവിതത്തിൽ വളരെയധികം കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പരിശ്രമങ്ങൾ കൃത്യതയോടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ സാധിക്കും. പരിശ്രമങ്ങൾ ജീവിതത്തിൽ നേടിയെടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ചില കാര്യങ്ങൾ, ചില സന്തോഷങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകുവാനും ചില കാര്യങ്ങൾക്ക് വഴിയൊരുക്കുവാനും സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്ന് മനസ്സിലാക്കൂ. ഈ സമയം ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അവസരങ്ങൾ കൃത്യതയോടെ വിനിയോഗിച്ച് തന്നെ മുന്നോട്ട് പോകണം. എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് സാധ്യമാകുന്ന സാഹചര്യമുണ്ട്. പല തീരുമാനങ്ങളും ജീവിതത്തിൽ എടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് നിസ്സംശയം പറയാം. പല കാര്യങ്ങളും കൃത്യമായി തീരുമാനങ്ങളായി എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും കൃത്യമായ ചിന്തകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ബന്ധങ്ങളിൽ പോലും ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അത് സാധ്യമാകാവുന്ന സാഹചര്യമുണ്ട്. ജീവിതം തന്നെ ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങുവാനുള്ള അവസരങ്ങൾ കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. കൂടുതൽ വളരുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. നിങ്ങളുടെ ചിന്തകൾ കൂടുതൽ കൃത്യമാവുകയും ഗുണകരമായി തീരുകയും ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട്. പല പ്രയാസങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാം എന്നുള്ളതാണ്. സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന അവസരങ്ങൾ വന്നു ചേരാം. നെഗറ്റീവായ ഊർജത്തിൽ നിന്നും ഒരു മോചനം ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. ജീവിതവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഓർമ്മകൾ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. മുൻകാല ഓർമ്മകൾ പലതും നിങ്ങളെ നിരാശപ്പെടുത്തുന്നതോ വിഷമിപ്പിക്കുന്നതോ ആണ്. അത്തരം ഓർമ്മകൾക്ക് ഒരു പരിഹാരം ലഭിക്കണം എന്ന നിങ്ങളുടെ പ്രാർത്ഥന
ഫലം കാണുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഒരു പുതിയ തുടക്കം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന സാഹചര്യമുണ്ട്. ചില കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതും ഈശ്വരാധീനത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത്തരത്തിൽ ഈശ്വരാധീനത്താൽ തന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയാം. ചില കാര്യങ്ങൾ കൃത്യതയോടെ ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളതാണ്. അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും പിന്തുടർന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ഭഗവാൻ പകർന്നു നൽകിയിരിക്കുന്ന സന്ദേശം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അത് കൂടുതൽ ഊഷ്മളമായി തീരും എന്ന് തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ സ്വീകരിക്കുകയും മറ്റു കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുകയും ചെയ്യുക. പോസിറ്റീവായി തന്നെ ഇരിക്കണം. നെഗറ്റീവായ ചിന്തകൾ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലായതിനാൽ പോസിറ്റീവായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ശുഭപ്രതീക്ഷകളോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ശ്രദ്ധകൾ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെല്ലാം വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകൂ. അവസരങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിക്കണം.